വ്യക്തിഗതമായിട്ട് വിജയിക്കുമ്പോൾ കപ്പിൾ ഐഡൻറ്റിറ്റിയിൽ ഫെയിലാവാൻ സാധ്യതയുണ്ട്. ഇണചേരുവാനുള്ള ഔപചാരികമായ പെർമിഷൻ കൊടുക്കലുണ്ടായിരുന്നു. അതിനെ നമുക്ക് വിവാഹം എന്ന് വിളിക്കാം. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഡോമിനൻസ് ഇഷ്ടപ്പെടാതെ ആയിട്ടുണ്ട്. ഇത് പുരുഷന്മാർക്ക് അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ടായിട്ടുമില്ല. എനിക്ക് സ്ത്രീകൾ അവരുടെ സെക്ഷൽ നീഡിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ല ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ വ്യക്തി എൻ്റെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പിക്ചർ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ തൻ്റെ പാർട്ട്ണർ തന്നിൽ സംതൃപ്തമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ പാർട്ട്ണർ നല്ലൊരു സെക്ഷൽ പാർട്ട്ണറാണെന്ന് വിചാരിച്ചോ, പക്ഷെ നല്ലൊരു ഇമോഷണൽ പാർട്ട്ണർ അല്ല എങ്കിൽ എനിക്ക് ഒരു ഇമോഷണൽ പാർട്ട്ണർ വേണം. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായ പ്രശ്നം കഴിഞ്ഞില്ലേ? രണ്ടുപേരുടെ ഇഷ്ടത്തിന്, രണ്ടുപേരുടെയും ആസ്വാദനത്തിന് വേണ്ടി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വിചാരിച്ചോ, പക്ഷെ അതിന് ആണിന് കേടൊന്നുമില്ല, അത്ര പെണ്ണിനാണ് കേട്. എന്താ കേട്? ആണിന് പൊടി തട്ടിയിട്ട് പോവാം, പക്ഷെ പെണ്ണ് അങ്ങനെയല്ല, ഗർഭം ധരിക്കണം. ഈ ഗർഭം ധരിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഹലോ എവരിവൺ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ മൊയ്തീൻ. എൻ്റെ കൂടെയുള്ളത് അനിൽകുമാർ PC, ദ മൈൻഡ് ട്യൂണർ. അതുപോലെ അദ്ദേഹം ഒരു ലൈഫ് കോച്ചാണ്, ഒരു ഫിലോസഫറാണ്, ഒരു മെഡിറ്റേഷൻ ട്രെയിനറാണ്. അതോടൊപ്പം സയൻസ്, സ്പിരിച്വാലിറ്റി, സൈക്കോളജി, അതിൻ്റെ ഒരു ബ്ലെൻഡ് ഉപയോഗിച്ച് ഒരു റിയലിസ്റ്റിക് ആയുള്ള അപ്രോച്ചിൽ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ഒരു എഫക്റ്റീവായുള്ള രീതിയിൽ ഡീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. താങ്ക് യു. ഇന്നത്തെ ടോപ്പിക്ക് മാരേജിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പറയാമെന്ന് വെച്ചാൽ ഒരു ആളുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിൽ ഒരു മെയിൻ കാര്യമാണ് അഡൾട്ട്സിൻ്റെ ലൈഫിൽ മാരേജ് എന്ന് പറയുന്നത്. എന്തെന്ന് ചോദിച്ചു വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ആ ഒരു സിസ്റ്റം ഫെയിലാവുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. പലരും മാരേജ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രായത്തിൽ കഴിഞ്ഞ് വെച്ചാൽ ഒരു വലിയൊരു ഗോള് പോലെയാണ് കാണുന്നത്. ഒരു നോർമൽ തിങ് ആണല്ലോ, അതായത് ഒരു പ്രായം കഴിയുമ്പോൾ മാരേജ് എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഇതുപോലെ. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ മാരേജ് ആർ ഫെയിലിങ്. ഡിവോഴ്സ് റേറ്റ്സ് കൂടുതലാണ്. ഇപ്പോൾ പലരും പറയും ഓക്കെ ഇപ്പോഴാണ് കൂടുതൽ, എന്ത് കാലത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ആക്ച്വലി അത് ഇപ്പോൾ ആക്സസിബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ. പക്ഷേ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സ് റേറ്റ്സ് ആർ ഇൻക്രീസിങ്, മാരേജ് ഫെയിലിംഗ് ആണ്. അപ്പോൾ ഇതൊരു ക്രൈസിസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ മാരേജസിന്? അപ്പോൾ പലരും ഇത് കാരണം തന്നെ പലരും ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരാൻ, അത് മാരേജ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലോട്ട് വരാൻ. താല്പര്യം ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? വൈ ഇറ്റ്സ് ഫെയിലിംഗ്? എന്താണ് അതിനെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, വ്യക്തിഗതമായിട്ട് വിജയിക്കുമ്പോൾ കപ്പിൾ ഐഡന്റിറ്റിയിൽ ഫെയിലാവാൻ സാധ്യതയുണ്ട്. വ്യക്തിഗതമായിട്ട് വിജയിക്കുമ്പോൾ കപ്പിൾ ഐഡൻറ്റിറ്റിയിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യന് രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട്. വിവാഹിതനായൊരു മനുഷ്യന് രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, മറ്റൊന്ന് കപ്പിൾ ഐഡൻറ്റിറ്റി. ഇത് നമ്മൾ ഈ കപ്പിൾ തെറാപ്പികളിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ടേംസാണ്, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ആൻഡ് കപ്പിൾ ഐഡൻറ്റിറ്റി. ഞാൻ ആദ്യം ഈ ദാമ്പത്യ ജീവിതങ്ങൾ പോകുന്ന 3 വഴികൾ പറഞ്ഞുതരാം. ഇതിനെ നമ്മൾ A ഫ്രെയിം റിലേഷൻഷിപ്പ്, H ഫ്രെയിം റിലേഷൻഷിപ്പ് ആൻഡ് M ഫ്രെയിം റിലേഷൻഷിപ്പ് എന്ന് പറയും. A ഫ്രെയിം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കുന്ന റിലേഷൻഷിപ്പാണ്, ഇങ്ങനെ ചാരി നിൽക്കുന്ന അവസ്ഥയാണ്. H ഫ്രെയിം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് വഴിക്കാണ്, ബന്ധമുണ്ട് എന്ന് മാത്രം, അതാണ്. M ഫ്രെയിം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പാണ്. രണ്ടുപേർക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റിയും ഉണ്ട്, എന്നാൽ അതേസമയം അവർ കണക്റ്റഡുമാണ്. അങ്ങനത്തെ ഈ M ഫ്രെയിം നല്ലൊരു ഫ്രെയിമാണ്. ഇതിലാണ് ശരിക്കും ദാമ്പത്യ ജീവിതം പോകേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഹൈ ആയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യന് അവനവൻ്റേതായ ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെ മേലെ നല്ല ശ്രദ്ധയുണ്ട്. ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ വിവാഹത്തിൻ്റെ ചരിത്രം തന്നെ പറയേണ്ടി വരും. നമ്മൾ ഇന്ന് കാണുന്ന വിവാഹം എന്ന് പറയുന്നത് ഒരാണും പെണ്ണും ഒരുമിക്കുന്നതിനെയാണ് വിവാഹം എന്ന് പറയുന്നത്. സത്യത്തിൽ വിവാഹത്തോടു കൂടെ വളരെ ചെറിയൊരു ഒരാളുടെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. വളരെ പഴയ കാലത്തിലേക്ക്, എനിക്ക് തോന്നുന്നു 4200 വർഷമോ അങ്ങനെ എന്തോ ആണ് വിവാഹത്തിൻ്റെ ഹിസ്റ്ററി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും പഴയ കാലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം എന്നാൽ എന്തായിരുന്നു അന്ന്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അന്ന് കുടുംബം എന്നുള്ളത് 2-3 പേരടങ്ങിയൊന്നുമല്ല, ഒരു ഗോത്രത്തിനെയാണ് ഒരു കുടുംബം എന്ന് പറയുക. ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ 500-1000 പേരൊക്കെ ഉണ്ടായിരിക്കും. അതിനൊരു തലവൻ ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഇണചേരുവാനുള്ള ഔപചാരികമായ പെർമിഷൻ കൊടുക്കലുണ്ടായിരുന്നു. അതിനെ നമുക്ക് വിവാഹം എന്ന് വിളിക്കാം.
അതിനു മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർമിഷനും ഇല്ലാതെ കണ്ടിടത്തൊക്കെ ഇണചേരുന്ന കുട്ടികൾ ജനിക്കുന്നു എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിരുന്നു ട്രൈബ് സിസ്റ്റത്തിൽ. പക്ഷെ കുറച്ചുകൂടെ ഒരു ഗോത്ര സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു റൂളർ ഉണ്ടായിരിക്കുമല്ലോ. ഒരു ഗോത്രത്തിന് ഒരു റൂളർക്ക് മനുഷ്യരെ അച്ചടക്കത്തിൽ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ. ജനിക്കുന്ന കുട്ടികളെ തങ്ങളുടെ സിസ്റ്റം പഠിപ്പിച്ച് ആ സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്ത് നിർത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഈ റൂളർക്ക് റൂൾ ചെയ്യാൻ പറ്റില്ല, ആ ട്രൈബിൻ്റെ നേതാവിന്, ഗോത്രത്തിൻ്റെ നേതാവിന്. അപ്പോൾ ഈ ഗോത്ര നേതാവിന് ആ സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റം വേണമായിരുന്നു. ഈ സിസ്റ്റത്തിന് ഉതകുന്ന രീതിയിലാണ് അന്നത്തെ വിവാഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ ഗോത്രത്തിനകത്ത് ചിലർ തമ്മിൽ ഇണചേരുന്നു, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. ഈ ഇണചേരുന്നവർ പരസ്പരം ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ കൂടെ തുടങ്ങുന്ന സമയത്ത് അത് വിവാഹത്തിൻ്റെ ഒരു പ്രാകൃത രൂപം എന്ന് പറയാം. വിവാഹത്തിൻ്റെ മറ്റൊരു കണ്ടെത്തൽ നടന്നിട്ടുള്ളത് എന്തിന് വിവാഹം കണ്ടുപിടിച്ചു മനുഷ്യൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരുടെ സ്വത്തിന് ഒരു അനന്തരാവകാശി വേണം എന്നുള്ളതാണ്. ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരുപാട് വർഷക്കണക്കിന്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പുരുഷന്മാർ, അവർ കാട്ടിൽ വേട്ടയാടുന്നവരുണ്ടാവും, അവർ നല്ല മല്ലന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേട്ടയാടുന്ന സ്ഥലമാണിത്, ഇവിടെ നിങ്ങളാരും വരരുത് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഏരിയയൊക്കെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ചില കായ്കനികളൊക്കെ പറിക്കുന്ന മരങ്ങളോ ചെടികളെയൊക്കെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. ചില ഏരിയാസ് ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും അവർ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ അത് പിന്നെ ആരും വന്ന് തൊടുകയൊന്നുമില്ല, അത് സ്വന്തം സ്വത്താണത്. പക്ഷേ ഈ ആൾ മരിക്കാറാകുമ്പോൾ ഇയാൾക്കൊരു ചിന്ത വരില്ല, ഞാനീ ഉണ്ടാക്കി വെച്ചൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അത് വേറെ ആളുകൾ അപഹരിക്കില്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ രക്തത്തിൽ ജനിച്ചൊരു അനന്തരാവകാശി ഉണ്ടെങ്കിൽ ആ ആൾക്കിത് കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ വരും. അപ്പോൾ അന്ന് വരയ്ക്കുള്ള കൾച്ചർ അനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ കുട്ടികളുണ്ടാക്കിയിട്ടുണ്ട്. പല സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് പുരുഷന്മാർ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് എൻ്റെ കുട്ടി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. കാരണം ഗോത്ര സംസ്കാരമാണല്ലോ. അവിടെ ഞാൻ എൻ്റെ ഫാമിലി ഒന്നുമില്ല, ഒരു ഗോത്രമാണ് ഫാമിലി, 500-1000 പേരടങ്ങുന്ന ഫാമിലിയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഈ തരം ഇൻഡിവിജ്വൽ ചിന്തകൾ, എൻ്റെ സ്ഥലം എൻ്റെ ആൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പുരുഷന് തൻ്റേതായ ഒരു ബയോളജിക്കൽ ചൈൽഡ് വേണം, തൻ്റെ സ്വന്തം എന്ന് പറയാൻ, അത് എൻ്റെ കുട്ടിയാണ് എന്ന് പറയാം, ആളുടെ കാര്യങ്ങൾ നിലനിർത്താൻ, തൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്, പ്രോപ്പർട്ടീസിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. അതിനുള്ള സൊല്യൂഷൻ എന്താ? എങ്ങനെ ഇങ്ങനെ ഗോത്രമായി ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ എൻ്റേതെന്ന് ഉറപ്പുള്ളൊരു കുഞ്ഞിനെ ഞാൻ ജനിപ്പിക്കും? അതിനുള്ള ഒരേ ഒരു വഴി, ഒരു സ്ത്രീയെ മറ്റ് പുരുഷന്മാരുമായി സമ്പർക്കമില്ലാതെ എൻ്റെ വീട്ടിൽ വളർത്തുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സ്ത്രീയെ വീടിനകത്ത് തളച്ചിടുക, അവൾ പുറത്തു ഇറങ്ങുന്നില്ല അധികം, മാത്രമല്ല അവളെ ആരും കാണാനും വരുന്നില്ല. അങ്ങനെയെങ്കിൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ തന്നെ ആയിരിക്കും. അവൾ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഞ്ഞായിരിക്കും, ഉറപ്പുവരുത്തിയില്ലേ. അപ്പോൾ സ്ത്രീകളെ, സത്യത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. ആ ഘട്ടങ്ങളിലൊന്നും സ്ത്രീയെ മനുഷ്യനായി പരിഗണിക്കുന്നില്ല, പുരുഷനാണ് മനുഷ്യൻ, അത് ചിന്തിക്കണം. സ്ത്രീയെ പുരുഷൻ്റെ സ്വത്തായിട്ട് പരിഗണിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും നമ്മൾ പഴയകാല പല ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ പുരുഷൻ്റെ കയ്യിലുള്ള പലതരം സ്വത്തുകളെക്കുറിച്ച് വർണ്ണിക്കുന്ന സ്ഥലങ്ങളിൽ നല്ലൊരു ശാലീനവും സുന്ദരിയുമായ ഒരു സ്ത്രീ പുരുഷൻ്റെ വലിയൊരു സ്വത്താണ് എന്ന്. സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടിയാണ്, വ്യക്തിയല്ല അവിടെ. അങ്ങനെയൊക്കെ ആയിരുന്നു വാസ്തവത്തിൽ ഈ വിവാഹത്തിൻ്റെയൊക്കെ തുടക്കം ഉണ്ടായിരുന്നത്. സത്യത്തിൽ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെൻറ്റ് ചെയ്ത കാലഘട്ടങ്ങളിലൊന്നും തന്നെ വിവാഹം എന്ന ആ ഒരു പരിപാടിയിൽ സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്കോ സ്ത്രീയുടെ താല്പര്യങ്ങൾക്കൊന്നും ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പുരുഷൻ്റെ ആവശ്യത്തിന് വേണ്ടി കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. സ്ത്രീകൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും, എന്താ വെച്ചാൽ തൻ്റേതെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ള. പിന്നെ ആ ആൾ പ്രൊട്ടക്റ്റൊക്കെ ചെയ്യും. എന്തായാലും നാട്ടിലെ വലിയൊരു മല്ലനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൻ്റേതെന്ന് പറയുന്നൊരു പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമല്ലോ അവിടെ. അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ ഫീമെയിലിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിവാഹത്തിൻ്റെ കോൺസെപ്റ്റിൽ പോലും പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, മാൻ ഫോർ സെക്സ്, വിമൻ ഫോർ സെക്യൂരിറ്റി എന്നായിരുന്നു ആ ചൊല്ല്. ഇന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാവർക്കും എല്ലാം വേണമെന്നുള്ള അവസ്ഥയാണ്. അതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാൻ ഫോർ സെക്സ്, വിമൻ ഫോർ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഫീമെയിലിന് സെക്യൂരിറ്റി കോൺഷ്യസ്നെസ് ഉണ്ട്. അത്യാവശ്യം കായിക ബലം കുറവുള്ള കാരണം സെക്യൂരിറ്റി വേണം, ഒരു ബയോളജിക്കൽ തന്നെ അവർക്ക് റീസൺ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രത്യേകിച്ച് കാട്ടിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ, അതൊക്കെ ആവശ്യമാണല്ലോ. വല്ല പുലിയ കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നേരിടാൻ ഒരാൾ വേണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള പല റീസൺ കൊണ്ടാണ് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുന്നത്. എന്നാൽ ഇതിൽ പിന്നീട് കാലങ്ങൾ ഇതിങ്ങനെ പരിണമിച്ചിട്ടാണ് ഇന്നത്തെ കോലത്തിലുള്ള വിവാഹങ്ങളൊക്കെ ആയത്. ഗ്രീക്കിലെ വിവാഹ ചടങ്ങിൽ പെണ്ണിൻ്റെ അച്ഛൻ ആ പുരുഷൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. നിനക്ക് ബയോളജിക്കൽ ചിൽഡ്രൻ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കുട്ടിയെ ഞാൻ നിനക്ക് ദാനം നൽകുന്നു
എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സൊസൈറ്റിയുടെ ഒരു മിനിയേച്ചർ സംഘടന, അതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടി അപ്പോൾ വിവാഹം? ആ ഒരു ഇത് നിലനിർത്താനായിട്ട്, അവരുടെ പരമ്പര നിലനിർത്തുവാനുള്ള ഔപചാരികമായൊരു സംഘടനയാണ് വിവാഹം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ കാലത്തും ഇപ്പം എൻ്റെ മുന്നിൽ ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞങ്ങളുടെ ദാമ്പത്യം ഫെയിലിയറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, മക്കളുണ്ടായോ? ഉണ്ടായി. അപ്പം ദാമ്പത്യം സക്സസ് ആണല്ലോ. കാരണം ദാമ്പത്യം എന്തിനു വേണ്ടി ഇൻവെൻറ്റ് ചെയ്തത്? കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്. കുട്ടികളുണ്ടായെങ്കിൽ ദാമ്പത്യം സക്സസ് ആണല്ലോ. അതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. അല്ല, അതല്ല നമ്മൾ തമ്മിലുള്ള പല ഇമോഷണൽ കണക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ പറയും. അതെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്, പിന്നീട് ഇവോൾവ് ആയ കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേലെ അത് നിർബന്ധമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. വിവാഹം എന്താണെന്ന് മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഇടയിൽ സ്ത്രീ പുരുഷനും തമ്മിലുള്ള അട്രാക്ഷൻ്റെയും പ്രണയത്തിൻ്റെയും മറ്റൊരു ഏരിയ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടെ അറിഞ്ഞാലേ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നത് സോഷ്യലി ഒരു വിവാഹത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതാണ്. മൃഗങ്ങളെപ്പോലെ മനുഷ്യൻ കുട്ടികളെ ജനിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ സിസ്റ്റം, നമ്മളൊരു ടെറിട്ടറിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ജീവിയായതുകൊണ്ട് നമ്മുടെ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു അച്ചടക്കം കൊണ്ടുവരണം. കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൽ കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലുള്ള അച്ചടക്കം പോലുമല്ല വിവാഹം. കാരണം ഇവിടെ പുരുഷന്മാർ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വീടിനകത്ത് അകത്തളത്തിൽ വളർത്തി എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് പോലും ഈ പുരുഷന് പുറത്തുപോയി പല സ്ത്രീകളുടെയും കൂടെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞൊന്നും തൻ്റെ കുഞ്ഞാണെന്ന് അംഗീകരിക്കില്ല എന്ന് മാത്രം. മറ്റൊരു പുരുഷൻ്റെയും കൂടെ ബന്ധപ്പെടാത്തൊരു സ്ത്രീയുടെ കുഞ്ഞ്, അതായത് എൻ്റെ വീട്ടിലുള്ള സ്ത്രീ ജനിക്കുന്ന കുഞ്ഞ് മാത്രമാണ് എൻ്റെ കുഞ്ഞ്. ബാക്കിയുള്ളതൊക്കെ ഒരു ലൈംഗിക സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെയാണ് ചരിത്രം പോയിട്ടുള്ളത്. പണ്ട് കാലം മുതലേ നമ്മളിന്ന് വ്യഭിചാരം അല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, ഇതൊക്കെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റാണ്. നമുക്കതിലേക്ക് വരാം പിന്നീട്. പക്ഷേ ഇതൊക്കെ എല്ലാ കാലത്തുള്ളത്. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയ കാലം മുതൽ തന്നെ എന്തുകൊണ്ട് വിവാഹത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങാത്ത ബന്ധങ്ങളും ഉണ്ട്. അത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതിനൊരു റീസണുണ്ട്. മനുഷ്യൻ ബേസിക്കലി ഒരു പോളിഗാമി ആനിമലാണ്. ഗോത്രങ്ങളിലൂടെ ട്രെയിൻ ചെയ്ത് ഒരു പരിധി വരെയൊക്കെ മോണോഗമി ആക്കിയിട്ടുള്ള ഒരു ആനിമലാണ്. എന്നാൽ നമ്മളിത് ഇണങ്ങലും മെരുക്കലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു നായയെ ഇണക്കി വളർത്തുകയാണ്. അതുകൊണ്ട് നായ നമ്മളുടെ ആ ഒരു ഇണക്കൽ സ്ട്രക്ചറിൽ നിന്ന് പുറത്ത് ചാടാൻ അധികം ശ്രമിക്കില്ല. പക്ഷെ ഒരു ആനയെ നമ്മൾ മെരുക്കി വളർത്തുകയാണ്. അതുകൊണ്ടാണ് അതിന് ചില സമയത്ത് അതിൻ്റെ സ്വഭാവം അങ്ങോട്ട് സ്വയം പുറത്തു വരും. അത് കാണിച്ചളയും. അതുകൊണ്ട് ആളുകളെയൊക്കെ കൊല്ലുന്നത്. കാരണം നാച്ചുറലി ആന കാടിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? മരങ്ങളെയൊക്കെ കുത്തിമറിച്ചും മണ്ണൊക്കെ പിഴുത് എറിഞ്ഞും അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. നമ്മളെ മെരുക്കി അടക്കം ഒതുക്കുള്ള ആനയായിട്ട് എഴുന്നള്ളിപ്പിനൊക്കെ നിർത്തുന്നത്. അപ്പോൾ സത്യത്തിൽ മെരുക്കലും ഇണക്കലും തമ്മിലൊരു വ്യത്യാസമില്ലേ? മനുഷ്യനെ ഇന്ന് കാണുന്ന വിവാഹ ജീവിത കൾച്ചറിലേക്ക് മെരുക്കിയതാണ്, ഇണക്കിയിട്ടില്ല. മനുഷ്യനിലേക്ക് ഇണങ്ങിയിട്ടില്ല. അപ്പോൾ ബയോളജിക്കൽ സപ്പോർട്ടും സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒക്കെ ഒരു വിവാഹ ജീവിതത്തിന് അനുയോജ്യമായിട്ട് ഉള്ള ഒരു വ്യക്തി, മോഡേൺ വിവാഹ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആ വിവാഹ ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ പ്രതിബദ്ധത കാണിക്കും. എന്നാൽ ചിലരുടെ ഈ തരത്തിലുള്ള റോ നേച്ചറുകൾ പരിവർത്തനപ്പെട്ടിട്ടുണ്ടാവില്ല. മനുഷ്യൻ റോ ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. അതിൽ പരമ്പരാഗതമായ ഒരു ജെനറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കൾച്ചറും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ആ മനുഷ്യൻ്റെ റോ നേച്ചർ കാണിക്കും, ആനിമൽ കൾച്ചർ കാണിക്കും. അപ്പോൾ അതിലെന്താ കിടക്കുന്നത്? പോളിഗാമി സ്വഭാവമാണ്, പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ സ്വഭാവമാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ വിവാഹം എന്നുള്ളത് മക്കളെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മക്കളെ ഉണ്ടാക്കുന്നതിന് സോഷ്യലി വെൽ സ്ട്രക്ചേർഡായിട്ട് പോകാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു കാര്യം. പണ്ട് കുടുംബങ്ങളെന്ന് പറയുന്നത് 500-1000 പേരടങ്ങിയ ഗോത്രങ്ങളായിരുന്നു. പിന്നീട് കുടുംബങ്ങൾ എന്ന് പറയുന്നത് 40-50 പേരടങ്ങിയ കൃഷി കുടുംബങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അന്നും ഈ കൃഷിയാണ് മെയിനായിട്ടുള്ള തൊഴിൽ. അപ്പോൾ എൻ്റെ മോനും എൻ്റെ പാടത്ത് തന്നെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിടത്ത് തന്നെ ഒതുങ്ങി ജീവിക്കുമായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് അണുകുടുംബങ്ങളിലേക്ക് വന്നു നമ്മൾ. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കുട്ടികളും ഇത്ര മാത്രമായി ചുരുങ്ങി വന്നു. 2 പേർക്ക് 2 തരം ജോലി, ഒരാൾ അവിടെ ഒരാൾ ഇവിടെ. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് തൊഴിലിൽ അധിഷ്ഠിതമാണ്, ഗോത്രത്തിൽ അധിഷ്ഠിതമാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. ഈ 3 കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഈ വിവാഹ ജീവിതം പുരുഷൻ്റെ ഡോമിനൻസിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹ ജീവിതത്തിന് കുഴപ്പങ്ങളില്ലായിരുന്നു. എന്തുകൊണ്ട് കുഴപ്പങ്ങളില്ലായിരുന്നു? പരാതിപ്പെടുന്ന പെണ്ണില്ലായിരുന്നു. നിവൃത്തികേടിൻ്റെ പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത്, പരാതിപ്പെടുന്ന പെണ്ണുങ്ങളില്ലായിരുന്നു. ഇപ്പോൾ വിവാഹ ജീവിതം തകരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്?
ഒന്ന്, ഗോത്ര സംസ്കാരങ്ങളില്ല. നമ്മളെല്ലാം ഇൻഡിവിജ്വൽസായി മാറി. ഈ കൂട്ടുകുടുംബവും അണുകുടുംബവും കഴിഞ്ഞ് നമ്മളെല്ലാം കംപ്ലീറ്റ് ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വന്നു തുടങ്ങി, ഞാൻ എന്നതിലേക്ക് വന്നു തുടങ്ങി. രണ്ടാമത്തെ കാര്യം, തൊഴിലധിഷ്ഠിത കുടുംബങ്ങളല്ല. ഒരു കുടുംബത്തിനകത്ത് തന്നെ രണ്ട് തൊഴിലുകളാണ്. ഇപ്പോൾ ഒരു മൺപാത്രം ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് മൺപാത്രം ഉണ്ടാക്കുന്ന അതേ വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ അത് കണ്ടു വളർന്നിട്ടുണ്ടാവും, അത് ഇവിടെയും യൂസ് ആവും. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൾച്ചറൽ ഡിഫറൻസ് വളരെയധികം ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, സ്ത്രീയുടെ സ്വാതന്ത്ര്യം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്വന്തമായിട്ട് തൊഴിലെടുക്കുവാനുള്ള കഴിവുകളും സമ്പാദിക്കുവാനുള്ള കഴിവുകളും വ്യക്തിത്വ ബോധവും ഒക്കെ വർദ്ധിച്ചു. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഡോമിനൻസി ഇഷ്ടപ്പെടാതെ ആയിട്ടുണ്ട്. ഇത് പുരുഷന്മാർക്ക് അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ടായിട്ടുമില്ല. ഇത് വലിയൊരു കാരണമാണ്. അതുകൊണ്ടാണ് ഈ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലാതെയാവുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അത് കൂടുതലും പെൺകുട്ടികൾക്കാണ്. കാരണം പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള എബിലിറ്റിയും പ്രൊട്ടക്ഷൻ കോൺഷ്യസ്നെസ്സൊക്കെ അവനവന് തന്നെ സ്വയം ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ എന്തപ്പോൾ പുരുഷൻ്റെ ആവശ്യം എന്ന് തോന്നാൻ തുടങ്ങി. ഇനി ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് പറയട്ടെ, വിവാഹത്തിനോട് താല്പര്യം കുറഞ്ഞു. ശരി, വിവാഹ ജീവിതങ്ങളും ഫ്ലോപ്പാവുന്നു. മനുഷ്യന് ലൈംഗികതയോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ? കൂടിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ലൈംഗികതയോട് താല്പര്യം കൂടുകയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ വിവാഹ ജീവിതത്തിനോട് താല്പര്യം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഹ്യൂമൻ ബീയിങ് നീഡ് ഫ്രീഡം. എല്ലാ കാര്യത്തിലും ലൈംഗികതയിലടക്കം ഫ്രീഡം വേണം അവർക്ക്. എന്നാൽ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളാണല്ലോ വിവാഹ ജീവിതം എന്ന് പറയുന്നത്, അതിനോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു വരുന്നുണ്ട് മനുഷ്യന്. ഇതിനുള്ള റീസൺ, മനുഷ്യനിങ്ങനെ ചുരുങ്ങി ഇൻഡിവിജ്വൽ എന്ന ലെവലിലേക്ക്, പൗരൻ എന്ന ബോധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തെറ്റാണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഇത് സംഭവിക്കുള്ളൂ. മനസ്സിലായോ? അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, അതായത് നമ്മളുടെ പഴയ ഒരു സിസ്റ്റം ഇപ്പോൾ ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇവോൾവ് ആയി, നമ്മൾ സൊസൈറ്റി ഇവോൾവ് ആയി. അപ്പോൾ ഇതുകൊണ്ടാണ് വിവാഹ ജീവിതം നേരെ ആവാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓക്കെ അതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയാനും പറ്റില്ല, കാരണം നമ്മൾ മാറിയല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവോൾവ് ആയതുകൊണ്ട് തന്നെ ആ സിസ്റ്റം ഇപ്പോൾ വർക്കിംഗ് അല്ല. അങ്ങനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ പോലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പേർപ്പസിനായിരുന്നു, അന്ന് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ലത് ചീത്തയതിലുപരി ഇപ്പോൾ നമ്മൾ ഇവോൾവ് ആയി, എന്തായാലും ചേഞ്ചായി. അപ്പോൾ വീണ്ടും ഇപ്പോൾ പലരും ഇത് കേൾക്കുന്ന പലർക്കും അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും, അതായത് ഓക്കെ അതൊക്കെയാണ് പ്രശ്നം, അപ്പോൾ അതേപോലെ ആയാൽ പോരെ. ചില ഈ പുരുഷ ബാറ്ററിയാർക്കിലായുള്ള ആളുകളൊക്കെ അങ്ങനെ അത് പ്രശ്നം, പെണ്ണുങ്ങൾ വീണ്ടും അങ്ങനെ ആവുന്നൊക്കെ ചില പറയുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇവോൾവ് ആയി, എല്ലാവർക്കും അവരുടേതായുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അന്ന് വർക്കായി ഉണ്ടാവും, അത് അങ്ങനെയുള്ള സപ്രഷനൊക്കെ കാരണം. പക്ഷേ ഇന്നത് വർക്കിംഗ് അല്ല. പക്ഷെ വർക്കിംഗ് ആവാത്തൊരു സിസ്റ്റത്തിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അവിടെ മറ്റൊരു ആൾട്ടർനേറ്റ് സൊല്യൂഷൻ അവിടെ ഉണ്ടാകണമല്ലോ, അതുണ്ടാകണം. അതിനു മുമ്പ് മൊയ്തീൻ ചോദിച്ച രണ്ടാമത്തെ കാര്യത്തിനുള്ള ആൻസർ കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അതെന്താണെന്ന് വെച്ചാൽ, വിവാഹ ബന്ധങ്ങൾക്കുള്ളിലെ സ്നേഹം, അതിനെക്കുറിച്ചുള്ള കേസുകൾ ധാരാളം വരാറുണ്ടാവില്ലേ? വിവാഹം ഓക്കെ ആയിട്ട് പോകുന്നവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവർ സെപ്പറേറ്റ് ആയിട്ടില്ല, അവർ വിവാഹം കഴിക്കാൻ തയ്യാറായി, അവർ സെപ്പറേറ്റ് ആയിട്ടുമില്ല, അവർ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പരാതികൾ എപ്പോഴും മനുഷ്യർക്കുണ്ടല്ലോ, സ്നേഹമില്ല എന്നുള്ളത്. ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഒരു ട്രയാങ്കിളുണ്ട്. ആ ട്രയാങ്കിൾ പാഷൻ, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഇൻറ്റിമസി. പാഷൻ എന്ന് പറഞ്ഞാൽ സെക്സാണ്. സെക്സോ അല്ലെങ്കിൽ ശരീരങ്ങൾ തമ്മിൽ ചേർന്നിട്ടുള്ള ഹഗ്ഗാവാം, കിസ്സാവാം, കൈപിടിച്ച് നടക്കുന്നതാവാം, അതുമായി ശാരീരിക ആകർഷണവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും അതിൽ ഉൾപ്പെടുത്താം നമുക്ക്. ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ആത്മബന്ധമാണ്, വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധം. അതിൽ ഈ സെക്ഷൽ അല്ല, ആ കണക്ഷൻ മനസ്സിലാക്കലില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യലില്ലേ, അതൊക്കെയാണ് ഇൻറ്റിമസിയിൽ വരുന്നത്. ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയർ ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങൾ. ഇത് മൂന്നും ഒരുപോലെ വർക്ക് ചെയ്യണമെങ്കിലേ ഒരു ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ ഇതിൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾക്ക് സത്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ വിവാഹ ബന്ധങ്ങൾ ഒരു കമ്മിറ്റ്മെൻ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വലിയ രസം എന്താണെന്നറിയോ, ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാതായിരിക്കുന്ന ഒരു സാധനമാണ് ഈ കമ്മിറ്റ്മെൻറ്റ്. വലിയ കമ്മിറ്റ്മെൻറ്റുകൾ എടുക്കുവാനുള്ള പക്വത ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അതോ ഈ ഒരു വിവാഹ ജീവിതത്തിനകത്ത് മാത്രമുള്ള കമ്മിറ്റ്മെൻറ്റിനോടുള്ള പ്രശ്നമാണോ എന്നും അറിയില്ല. മറ്റു പല കമ്മിറ്റ്മെൻറ്റുകളും ചിലപ്പോൾ ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇതിലേതോ ഒന്ന് തകരുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത്. ഇതിൽ കുറേ കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഇതിൽ മൂന്നിലും സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകൾ പറഞ്ഞുതരാം. ഒന്ന്, പാഷൻ എടുക്കാം, സെക്ഷുവൽ ലൈഫിനെ കുറിച്ച് എടുക്കാം. വേണ്ടത്ര സെക്ഷുവൽ എഡ്യൂക്കേഷൻ ഇല്ലാതെയും സെക്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയും ഒരാൾ വിവാഹം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതങ്ങനെ അല്ല എന്ന് വെച്ചോ,
അങ്ങനെയെങ്കിൽ അത് തകരും. അങ്ങനെയുള്ളൊരു വിവാഹം കഴിക്കരുത്. ഒരു വ്യക്തിക്ക് സെക്ഷൽ ലൈഫിനോട് താല്പര്യമില്ലെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് സെക്ഷൽ ലൈഫിനോട് താല്പര്യമില്ല, വിവാഹം കഴിക്കണമെന്ന് പറയണം. അങ്ങനത്തെ എഡ്യൂക്കേഷൻ ഇല്ലാതെയും അത്തരത്തിലുള്ള ഒരു പാഷൻ ഇല്ലാത്ത ഒരാൾ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മറ്റേ വ്യക്തിയുടെ ആ സെക്ഷൽ താല്പര്യങ്ങൾക്ക് അത് മീറ്റ് ചെയ്യാൻ ഒരാളില്ലാതെ ആവുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ വേണം. മറ്റൊന്ന് ഈ ആത്മബന്ധമാണ്. മനുഷ്യർ തമ്മിൽ ചേരണ്ടേ? എൻ്റെ നേച്ചറിന് പറ്റിയ ആളാണോ ഓപ്പോസിറ്റുള്ള ആളെന്ന് മനസ്സിലാക്കണ്ടേ? ഇതിന് ഒരുപാട് ഓപ്പൺ ടോക്കുകളും മറ്റും ആവശ്യമാണ്. പണ്ട് ജാതകം ആ ഒരു കണക്ഷൻ ആവശ്യം. ജാതകം നോക്കുന്നൊക്കെ കണ്ടില്ലേ, പൊരുത്തം ചെക്ക് ചെയ്യലൊക്കെ കണ്ടിട്ടില്ലേ? ഇവിടെ നിന്നും എവിടെയോ നോക്കിയിട്ടാണ് പൊരുത്തം ചെക്ക് ചെയ്യുന്നത്. മനുഷ്യർ തമ്മിൽ സംസാരിച്ച് പൊരുത്തം ചെക്ക് ചെയ്യാനുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട് അതിന്. അതൊക്കെ ചെയ്യാം. എനിക്ക് ചേരുന്നൊരു പേഴ്സണാലിറ്റി ആണോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്, ടെസ്റ്റ് എടുക്കാം. പേഴ്സണാലിറ്റി ടെസ്റ്റ് നല്ലൊരു കാര്യം കേട്ടോ. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്നേഹഭാഷാ കോഴ്സിൽ വിവാഹിതരാകുന്നതിന് മുൻപ് ആ കോഴ്സ് ചെയ്തവരോട് പാർട്ട്ണറുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താൻ പറയാറുണ്ട്. അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇൻറ്റിമസി, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണോ, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണോ, ഇതൊക്കെ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു വിഷയം. മറ്റൊന്ന് കമ്മിറ്റ്മെൻറ്റ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് വിവാഹശേഷം നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധങ്ങൾ വേണം. മക്കളുണ്ടാക്കുന്ന കാര്യത്തിൽ, പണം ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെയും എൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളുമായിട്ടുള്ള ഡീലിങ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഓപ്പണായിട്ടുള്ള ടോക്കുകൾ ഉണ്ടായിരിക്കണം. ഇവിടെ നാട്ടിൽ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതില്ലേ, ഒന്ന് പെണ്ണ് കാണാൻ പോകുന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടമായി, എന്ത് കണ്ടിട്ട് ഇഷ്ടമായി എന്നറിയില്ല, അപ്പം തന്നെ ഇഷ്ടമായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് എന്താ, ഫസ്റ്റ് അപ്പിയറൻസിനോടുള്ള ഇഷ്ടമാണ് ഒരു വിവാഹത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ഒരു വിവാഹം സംഭവിക്കേണ്ടത്. കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് 1-2 ദിവസത്തേക്കുള്ള വല്ല പരിപാടിയാണെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മതി. പക്ഷെ ഒപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന ഒരു കാര്യം കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ പാടില്ല. കണ്ടിട്ട് ഇഷ്ടമായെന്ന് തീരുമാനിക്കാൻ പോലും പാടില്ല. ഈ കണ്ട് ഇഷ്ടപ്പെടൽ ആകെ 4-5 ദിവസത്തെ കാര്യമാണേ. അപ്പോൾ ഉണ്ടായ ഇഷ്ടം അതൊരു കെമിക്കൽ ആക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ആ കെമിക്കൽ ആക്ഷൻ കുറച്ച് കഴിയുമ്പോൾ ബോഡിയിൽ ഇല്ലാതെയാവുമ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ കണ്ടിട്ട് ഇഷ്ടമില്ലാതെയാവും ചെയ്യും. നോട്ട് ദ പോയിന്റ്. കണ്ടിട്ടാണ് നിങ്ങളുടെ ഇഷ്ടം ഉണ്ടായതെങ്കിൽ കണ്ട് ഇഷ്ടമില്ലാതെയാവും. ആ പോയിന്റിലേക്ക് ഈ കാഴ്ച സുഖം എന്ന് പറയുന്നതൊന്നും നിലനിൽക്കാത്ത സാധനമാണ്. അങ്ങനെയല്ല ദമ്പതികൾ ഒരുമിക്കേണ്ടത്. ഒരുമിച്ച് സ്ഥിരം ജീവിക്കുമ്പോൾ കാഴ്ചയിലുള്ള രസമല്ല അവിടെ പരിഗണിക്കപ്പെടുക. അത് വിവാഹം കഴിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയെ അല്ലെങ്കിൽ സുന്ദരനെ വിവാഹം കഴിച്ച ആൾക്കും വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് മാത്രം സൗന്ദര്യമില്ല എന്ന് തോന്നാൻ തുടങ്ങും. കാരണം എന്നും കാണുമ്പോൾ അവിടെ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, സ്ഥിരം ഉപയോഗിക്കുന്ന ഒന്നിനോടുള്ള താല്പര്യക്കുറവ് എന്ന് പറയുന്നത് മനുഷ്യരുടെ കാര്യത്തിലും ബാധകമാണ്. ബോറടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അതല്ല ഇവിടെ പരിഗണിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ പരിഗണിക്കേണ്ടത് ചേരുവോ എന്നുള്ളതാണ്, കമ്പാറ്റബിലിറ്റി. അപ്പോൾ കുറച്ച് ഓപ്പൺ ടോക്കുകൾ, അതിനുവേണ്ടി ഒരുപാട് സമയം എടുക്കണം. ഞാൻ പറയാറുണ്ട്, ഈ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആളുടെ കൂടെ 1-2 കൊല്ലം വിവാഹം കഴിക്കാതെ തന്നെ പരിചയപ്പെടാൻ ഉപയോഗിക്കണം. സകല കാര്യങ്ങളും ചർച്ച ചെയ്യണം. എന്നിട്ടൊക്കെ വിവാഹത്തിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. മറ്റൊന്ന്, അത് പ്രണയബന്ധത്തിലാണെങ്കിലും അറേഞ്ച്ഡ് മാരേജിലാണെന്നുണ്ടെങ്കിലും വിവാഹശേഷം ഉണ്ടാകുന്ന ഈ സ്നേഹം കുറയൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇതിന് മെയിനായിട്ടുള്ളൊരു റീസൺ എന്താണെന്നറിയും. പ്രണയ വിവാഹം എടുക്കാം. വിവാഹത്തിലേക്ക് ഒരു പ്രണയം എത്തിച്ചേരുവാണ്. അപ്പോൾ ഈ പ്രണയിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, ഇത് വിവാഹശേഷവും ഉണ്ടാകുന്നവർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചേക്കാം. അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുണ്ടാകുന്നവർ റെയറായിട്ടുണ്ടാവുമായിരിക്കാം. അങ്ങനെയെങ്കിൽ അവരുടെ പ്രണയം തന്നെ അത്രയും പക്വതയുള്ളതായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ പ്രണയം ജനറലി ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റിയാണ്. അത് കുറേയധികം പ്രണയത്തിൻ്റെ കെമിക്കലുകൾ കൊണ്ട് പൂത്തൊലിയുന്നൊരു അനുഭൂതിയാണ്. അതൊരു മാനസികാവസ്ഥയാണ്. വിവാഹ ജീവിതം ഒരു മാനസികാവസ്ഥയല്ല, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു മാനസികാവസ്ഥ ആണ് പ്രണയം. അതിൽ നിന്ന് ഇത് വിവാഹത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രണയമല്ല കൂടുതലും വർക്കൗട്ട് ആവുന്നത്. അവിടെ പലതരം റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്ന സാധനത്തിനെ നമ്മളിങ്ങനെ പതുക്കെ ആൾട്ടർ ചെയ്തിട്ട് സ്നേഹമാക്കി മാറ്റാണ്ട്. പ്രണയവും സ്നേഹവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രണയം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആക്ടിവിറ്റിയാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല പ്രണയിക്കുക എന്ന് പറയുന്നത്. ആരെങ്കിലും റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കാറുണ്ടോ? അത് സ്വയം തോന്നുന്നതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കുറേയധികം ഡോപ്പമൈൻ, നോർപിനെഫ്രിൻ ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കലുകൾ പൂത്തൊലിഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക അനിമലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയാണത്. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ആസ് ഇറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും ആ വ്യക്തിക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ എൻ്റെ കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ആക്റ്റാണ് സ്നേഹം. സ്നേഹത്തിന് അനവധി പ്രകടിത ഭാവങ്ങളുണ്ട്.
പ്രണയത്തിന് പ്രകടിത ഭാവങ്ങളൊന്നും വേണമെന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായാൽ മതി. ഇയാൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്പാർക്ക് തുടങ്ങുകയാണ് അവിടെ. ഈ സ്പാർക്ക് വിവാഹ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. അവിടെ നമ്മൾ ഈ സ്പാർക്ക് കൊണ്ടല്ല വിവാഹ ജീവിതം കൊണ്ടുപോകുന്നത്, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് കൊണ്ടുപോകുന്നത്, ട്രസ്റ്റ് കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മനുഷ്യർക്ക് പ്രണയിക്കുവാൻ ഒരു ക്വാളിറ്റിയുടെ ആവശ്യമില്ല. ഒരു ജീവിയായിരുന്നാൽ മതി, മനുഷ്യനെന്ന ജീവിയായിരുന്നാൽ മതി, പ്രണയിക്കാൻ പറ്റും. പക്ഷേ വിവാഹം കഴിക്കാൻ ഒരുപാട് ക്വാളിറ്റീസ് വേണം. അതുകൊണ്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, നമ്മൾ പ്രണയിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിവാഹം കഴിക്കാൻ കൊള്ളുന്ന ഒരുറപ്പുമില്ല. ആ പ്രണയാനുഭൂതി നിലനിർത്താൻ വേണ്ടി ആരും വിവാഹം കഴിക്കാൻ പോകണ്ട. അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് തന്നെ പക്വതയാർന്ന ചർച്ചകൾ ആവശ്യമാണ് അവിടെ. പ്രണയിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിച്ചോ, എന്നെ ഇഷ്ടമാണോ, എനിക്കെന്താ വാങ്ങിത്തരിക, വാലൻറ്റൈൻസ് ഡേ ആഘോഷിച്ചോ, ഇതൊന്നുമല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഓൾറെഡി ചിന്തിച്ച് തീരുമാനിച്ചിട്ടൊക്കെ വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പ്രണയ ജീവിതവും ഫ്ലോപ്പാവുന്നത്, പ്രണയ വിവാഹവും ഫ്ലോപ്പാവുന്നുണ്ടേ, ധാരാളം സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അറേഞ്ച്ഡ് മാരേജിൽ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല, ആളെ പരിചയമൊന്നും വലിയ കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് കാണുന്ന ആളെ, കിട്ടുന്ന ആളെ അനുസരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിലും പോകുന്നു തോന്നുന്നുണ്ട്. പ്രണയവിവാഹത്തിൽ എക്സ്പെക്റ്റേഷൻ കൂടുതലല്ലേ. ഇതുപോലെ ആയിരിക്കും ദാമ്പത്യത്തിന് ശേഷവും, ദാമ്പത്യം തുടങ്ങിയാലും ഇതുപോലെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാതെ വന്ന സമയത്ത് ഇപ്പം എന്നോട് പഴയ പോലെ സ്നേഹമില്ല എന്നൊക്കെ തോന്നാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് നല്ല റിസ്ക് ഉള്ളൊരു ഏരിയയാണ്. പ്രണയം എങ്ങനെ ആരംഭിച്ചെന്നറിയോ? പ്രണയം ആക്ച്വലി സ്ത്രീകളുടെ സബ്ജക്റ്റാണ്. ഇതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. ഈ വീടുകളിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് വളർത്തുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഈ പുരുഷന്മാർ വളരെയധികം പ്രഗത്ഭരും നാടിനെ മുഴുവൻ വിറപ്പിക്കുന്നവരും ആയ പുരുഷന്മാരുണ്ടാവുമായിരിക്കും. ഈ പുരുഷന്മാർ നാട്ടിലൊക്കെ കൊലകൊമ്പനാണ്, പക്ഷേ വീട്ടിൽ വന്നാൽ ഈ ഭാര്യയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ആ പുരുഷനോടൊരു ആരാധന ഉണ്ടാകാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. നാടിൻ്റെ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യൻ എൻ്റെ മുന്നിൽ പൂച്ചക്കുട്ടിയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊരു ആരാധനയുണ്ടാകും. ആ ആരാധന പിന്നീട് പരിണമിച്ചിട്ടാണ് ഈ പ്രണയ വികാരങ്ങളൊക്കെ ആയി മാറിയത്. സ്ത്രീക്ക് പുരുഷനോട് തോന്നി തുടങ്ങിയ ഒരു സാധനമാണ് പ്രണയം. ഈ പ്രണയത്തിൽ തന്നെ സ്ത്രീകൾ മനസ്സിലാക്കാത്ത വലിയൊരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സ്ത്രീകൾ പ്രണയത്തിന്, ഇന്നത്തെ സ്ത്രീകളുടെ കാര്യം പറയുന്നത്, പ്രണയത്തിന് കൊടുക്കുന്ന തലകയറ്റി വയ്ക്കുന്ന ഒരു ഡീപ്പ് പ്രണയമുണ്ടല്ലോ, അത് അത്രയും ഡീപ്പിൽ എല്ലാ പുരുഷന്മാരിലും ഉണ്ടാവണമെന്നില്ല. പുരുഷന്മാരിൽ സ്ത്രൈണ ഗുണമുള്ള ഫെമിനൈൻ നേച്ചറുള്ള പുരുഷന്മാർക്ക് അതുണ്ടാവും. മസ്കുലാരിറ്റി കൂടുതലുള്ള പുരുഷന്മാർക്ക് ഇവർ ഉദ്ദേശിക്കുന്ന ഈ പ്രണയം എന്താണെന്നേ മനസ്സിലാവുന്നുണ്ടാവില്ല. അവരുടെ പ്രണയം കുറച്ചുകൂടെ പ്രതലത്തിലുള്ള പ്രണയമാണ്. പുരുഷൻ്റെ നേച്ചർ കുറച്ച് വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ന്യൂറോ വയറിങ് തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ്. അത് ഈ ഫെമിനൈൻ മസ്കുലൈൻ ക്യാരക്ടർ അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ വളരെ ഡീപ്പിലായിരിക്കും പ്രണയം. ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് വളരെയധികം അടുപ്പം ഫീൽ ചെയ്യണം, തൻ്റേതാണെന്ന് തോന്നണം, തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, തൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഫിറ്റായിരിക്കണം. അപ്പോഴാണ് ഒരു ഫീമെയിലിന് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പൊക്കെ പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ് പൊതുവേ ഒരു ഫീമെയിലിന് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ പുരുഷൻ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഈ സെക്ഷൽ റിലേഷൻഷിപ്പിന് പോലും ഈസി ആയിട്ട് ചിലപ്പോൾ പറ്റുന്ന സ്വഭാവമുള്ള പുരുഷന്മാർ ധാരാളമുണ്ട് ഈ ലോകത്തിൽ. സ്ത്രീക്ക് പുരുഷൻ്റെ നേച്ചറും പുരുഷന് സ്ത്രീയുടെ നേച്ചറും അറിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സ്ത്രീയുടെ ഈ ഒരു പുരുഷനോടൊപ്പം സെക്ഷൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ത്രീ എത്രയധികം ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പുരുഷന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷൻ ഈസി ആയിട്ടൊന്നും ഒരു ഫീമെയിലിൻ്റെ കൂടെ വിവാഹത്തിന് മുൻപൊന്നും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് മുതിരില്ല. കാരണം അത് അവളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അത് ഒരുപാട് അടുപ്പം കൂടിക്കൂടി വരികയും അത് മീറ്റ് ചെയ്യുവാനുള്ള എബിലിറ്റി പുരുഷനുണ്ടാവുകയും വേണം. അതേപോലെ സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ മൈൻഡിൽ, എല്ലാ പുരുഷന്മാരുടെയും അല്ല, എന്നാലും ഈ പറഞ്ഞ പോലെ മസ്കുലാരിറ്റി കൂടുതലുള്ള പുരുഷന്മാരിൽ എത്ര പ്രതലത്തിലാണ് അവരുടെ ഈ റിലേഷൻഷിപ്പും സെക്ഷുവാലിറ്റിയൊക്കെ കിടക്കുന്നത്, അത്ര ഡെപ്ത് ഇല്ലാതെ കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അങ്ങനെ വിവാഹ ജീവിതമൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കും, മുന്നോട്ട് പോകാൻ പറ്റും. മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്, ഉത്തരവാദിത്വങ്ങൾ, ഈ 3 കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നല്ല ഒരു കൺവെർസേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ വിവാഹ ജീവിതം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവിടെ ഈ എന്നോട് പഴയ പോലെ ഇഷ്ടമില്ല അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്നും കാണുന്നൊരു മുഖം നോക്കിയിട്ട് അന്നുണ്ടായിരുന്ന ആ പ്രണയം നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊന്നും പോസിബിൾ ആവണമെന്നില്ല. പോസിബിൾ ആവുന്നവരുണ്ടാവുമായിരിക്കാം. ഇത് ഈ സ്നേഹമൊക്കെ മനുഷ്യൻ്റെ കൂടും കുറയും ചെയ്യുന്ന സാധനങ്ങളാണ്.
മനുഷ്യ ശരീരത്തിനകത്തെ കെമിക്കൽസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് തന്നെ ഇതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാലത്ത് പ്രണയിക്കുവാനുണ്ടായിരുന്ന റീസൺ ചിന്തിച്ചു നോക്കുക. ഇപ്പം മൊയ്തീൻ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പ്രണയം ആരംഭിക്കുന്ന ആ സമയത്ത് മൊയ്തീൻ്റെ ഏറ്റവും നല്ല മുഖമായിരിക്കും വാസ്തവത്തിൽ അവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ മൊയ്തീൻ്റെ കൂടെ ആ ആളങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് എല്ലാ സൈഡുകളും അവർ കാണാൻ തുടങ്ങുക. അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മളൊരു പോളിഷ്ഡ് വെർഷനാണ് അവിടെ കാണിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ ആസിറ്റീസ് കാണുകയാണ്. ഈ ആസിറ്റീസ് കണ്ടിട്ടും നമുക്ക് അയാളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള ഇഷ്ടം. മറ്റതൊരു ഫേക്ക് ഇഷ്ടമാണ്. ഈ ഒരു ബോധം മനുഷ്യനുണ്ടായിരിക്കണം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആ ഒരു ഡൗൺ ദ ലൈൻ തന്നെ പറയാൻ പറ്റിയൊരു കാര്യമാണ് വേറൊരു പ്രോബ്ലം, മാരേജ് ലൈഫിലുള്ള വേറൊരു പ്രോബ്ലമാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്ത കാര്യമായിട്ട് കണക്റ്റിംഗ് ആണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറേ പേർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അധികം പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ. ഈവൻ സ്വത്ത് അടുത്തറിയുന്ന ആളോട് പോലും അത് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ പലർക്കും ഇത് ഒരു റിയാലിറ്റിയാണ്, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്. അതൊരു സാറിന് അറിയാമല്ലോ, സാറിൻ്റെ അടുത്ത് കുറേ കപ്പിൾ കൗൺസിലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? നമ്മൾ അതിനെപ്പറ്റി ടച്ച് ചെയ്തു, പക്ഷേ അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് ഓരോ മനുഷ്യനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിന് ശരി തെറ്റി വ്യാഖ്യാനിക്കാൻ നമ്മൾ ആരുമല്ല. ഒരു മനുഷ്യൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ ആ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോയ ആളുടെ ഭാഗം, ഞാൻ ഇത്തരം കേസുകൾ പഠിക്കുമ്പോഴേ അതിലേക്ക് പോയ ആളുടെ ഭാഗം നമ്മൾ ശക്തമായിട്ട് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ അയാൾ പോയത് ശരി തന്നെയാണെന്ന് തോന്നും. ചില കേസുകളിൽ അങ്ങനെ തോന്നൂല്ല നമുക്ക് കേട്ടോ. അതൊക്കെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് ഇതൊരു വിവാദ വിഷയമാണ് സത്യത്തിൽ. പക്ഷെ എന്നാലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലെ കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ വെള്ളം കോരാൻ പോവില്ല. ഇത് ഉറപ്പാണല്ലോ. നമ്മുടെ വീട്ടിലെ കിണറിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ അടുത്ത വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ഇത് തന്നെയാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലും സംഭവിക്കുന്നത്. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് എന്തോ ഒരു കാര്യം തൻ്റെ പാർട്ട്ണർ മീറ്റ് ചെയ്യുന്നില്ല, നീഡ് മീറ്റ് ചെയ്യുന്നില്ല, അവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനുള്ള ഹോള് വരും. അപ്പോൾ ഒരു പാർട്ട്ണർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ പാർട്ട്ണറുടെ മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയവും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ കൂട്ടുകൊടുക്കുവാൻ, ആ വ്യക്തി ആഗ്രഹിക്കുന്ന ആ ഏരിയ ഫില്ല് ചെയ്ത് കൊടുക്കുവാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും തൻ്റെ പാർട്ട്ണറുടെ സുഖം അന്വേഷിക്കണം. ലൈംഗികതയിൽ പോലും ഞാൻ പറയാറുണ്ട്, തൻ്റെ പാർട്ട്ണർക്ക് ലൈംഗിക ബന്ധത്തിലൂടെ ലൈംഗിക സുഖാനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാതെ അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും അനീതിയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അനീതിയാണ്. അതിന് ഞാൻ ബലാത്സംഗം എന്നേ വിളിക്കുള്ളൂ. കാരണം തൻ്റെ പാർട്ട്ണർക്ക് സുഖം നൽകലായിരിക്കണം ദാമ്പത്യത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. അത് ലൈംഗിക സുഖം മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്. സർവ്വപ്രകാരത്തിലും തൻ്റെ പാർട്ട്ണറുടെ സന്തോഷം എൻ്റെ സന്തോഷമായി മാറുന്നൊരവസ്ഥ ഫീൽ ചെയ്യണം. ഇതിന് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എന്നാണ് ഞാൻ വിളിക്കാറ്. ഞാൻ കാരണം ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്നത് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ഇതിനാണ് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എന്ന് പറയുക. ഇത് ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു ബോണ്ടിങ് ഹോർമോൺ ഉണ്ടല്ലോ, ഇത് നല്ലപോലെ വർക്കൗട്ട് ആകുമ്പോഴാണ് ആ ബന്ധം ഇങ്ങനെ നിലനിന്ന് പോകുള്ളൂ. ഈ ഓക്സിറ്റോസിൻ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഹഗ് വേണം, കിസ് വേണം, കൈപിടിച്ച് നടക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം, ഒപ്പം ഇരുന്ന് സംസാരിക്കണം. പല കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരുന്നാൽ മാത്രമേ വിവാഹ ജീവിതത്തിനകത്തുള്ള ആ ഒരു ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അല്ലാതെ നീ എൻ്റെ ഭാര്യയാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെൻ്റെ ഭർത്താവ് തന്നെയല്ലേ, അങ്ങനെ അതിന് ക്ലീഷയാക്കി മാറ്റുന്നുണ്ട് നമ്മൾ. എന്നും കാണുന്നതിന് വിലയില്ലാതെയാകുന്ന ഒരവസ്ഥ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എക്കണോമിക്സിൻ്റെ ലോ ആണ്, പക്ഷെ അത് ഇവിടെ യൂസ് ആവുന്നുണ്ട്, ഇവിടെ വർക്കാവുന്നുണ്ട് അത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്നേഹം നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള ആക്ട്സ് ഓഫ് ലവ് അത് പലതരത്തിലാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ തൻ്റെ പാർട്ട്ണർ തന്നിൽ സംതൃപ്തമാവുന്ന ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇത് ഒരു കേസാണ് പറയുന്നത്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് തടയാൻ പറ്റും. ഇനി മറ്റൊന്ന് അങ്ങനെയല്ലാതെ വ്യക്തി ബൈ നേച്ചർ പോളിഗാമി സ്വഭാവം കൂടുതലുള്ള ആളായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ജനിതകപരമായി ഒരു പോളിഗാമി സ്വഭാവം ഹോൾഡ് ചെയ്യുന്ന ജീവിയാണ്. മോണോഗാമിയായി ജീവിക്കുന്ന സോഷ്യൽ സ്ട്രക്ചറിൽ ജീവിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് അങ്ങനെ ജീവിക്കേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു പോളിഗാമി സ്വഭാവം ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരു പാർട്ട്ണറിൽ ഒതുങ്ങി ജീവിക്കില്ല.
അപ്പോൾ അതും വിവാഹ ജീവിതത്തിന് മുമ്പ് ഓപ്പണായി സംസാരിക്കാമല്ലോ. ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഐ എം എ മോണോഗാമി, ഐ എം എ പോളിഗാമി എന്നുള്ളത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് വിവാഹം കഴിക്കുന്നവർ. അപ്പോൾ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ വിവാഹം കഴിക്കേണ്ട. അത്തരത്തിലുള്ള സെക്ഷൽ സബ്ജക്റ്റുകളിലൊക്കെ ഉള്ള ഓപ്പൺ ടോക്കുകൾ വിവാഹത്തിന് മുമ്പ് ചെയ്താൽ ഒരു പക്ഷേ ഇത് ഒരു പരിധി വരെ കുറയാൻ പറ്റും. എനിക്ക് സ്ത്രീകൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യം, കൂടുതലും അവരൊരു സെക്ഷൽ നീഡിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ല ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവരെ കേൾക്കുവാൻ, അവരെ പരിഗണിക്കുവാൻ, അവരെ അഭിനന്ദിക്കുവാനൊന്നും ഹസ്ബൻഡ് സമയം കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് അതിന് പറ്റിയ ഒരാളെ അവർ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും അല്ല, പലരും കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പലതരത്തിലുണ്ടാവാറുണ്ട്. അവനവൻ്റെ ആവശ്യങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ടുള്ള അഫെയർ, ഇമോഷണൽ കണക്ഷന് വേണ്ടിയിട്ടുള്ള അഫെയർ, സെക്സിന് വേണ്ടിയിട്ടുള്ള അഫെയർ, ഇതൊക്കെ നടക്കാറുണ്ട്. ഏത് കാര്യത്തിലാണോ ഒരു വ്യക്തിയുടെ നീഡ് മീറ്റ് ചെയ്യാതെ പോകുന്നത് ആ കാര്യത്തിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായേക്കാം. മറ്റൊരു കാര്യം, ചില ആളുകൾക്ക് ഇവിടെ നീഡ് മീറ്റ് ആയാലും ഇത് മടുത്തേക്കാം. ഇതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെയാണ് മനുഷ്യൻ. അപ്പോൾ നമ്മളിത് ഇന്നൊന്നിലും കേൾക്കാൻ തുടങ്ങിയതല്ലല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ഏതോ ബൈബിളിലോ മറ്റെവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വ്യഭിചാരിയെ കല്ലെറിയുന്ന സമയത്ത് നിങ്ങളിൽ ഈ വ്യഭിചാരം ചെയ്യാത്തവൻ, അതായത് പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയെന്ന് പറഞ്ഞപ്പോൾ ആരും കല്ലെറിഞ്ഞില്ലെന്ന്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഈ പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലേ? അപ്പോൾ മനുഷ്യനുണ്ടായ കാലം മുതൽ, മനുഷ്യൻ വിവാഹമുണ്ടാക്കിയ കാലം മുതൽ അന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഈ വിവാഹത്തിൻ്റെ പുറത്തുള്ള ബന്ധങ്ങൾ. അത് അനുസ്യൂതം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാവരും നമ്മളെ ഈ വിവാഹ ജീവിതത്തെ പവിത്രമാക്കിയിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇത് ഇല്ലാതെയാവുന്നൊന്നുമില്ല. ഇതെന്തായാലും നടക്കേണ്ട പോലെ മുറ പോലെ ഒരു സൈഡിൽ നടക്കും. എനിക്ക് തോന്നുന്നത് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് പരമാവധി അതിലേക്കൊന്നും പോകാതിരിക്കുന്നത് നല്ലത് എന്ന് തന്നെ അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഞാൻ ഒരു പുരുഷനായിട്ട് സംസാരിക്കാം. ഞാനൊരു പുരുഷനാണ്. ഞാൻ ഒരു ഫീമെയിലിനെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ, തൊട്ടിട്ടുള്ളൂ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ, സ്നേഹിച്ചിട്ടുള്ളൂ എങ്കിൽ എനിക്ക് താരതമ്യം ചെയ്ത് നോക്കാൻ മറ്റൊരാളില്ല. അപ്പോൾ ഈ ആളെ ഞങ്ങൾ സ്നേഹിക്കുക തന്നെ ചെയ്യാം. എന്നാൽ ഞാൻ 1, 2, 3 പേരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എനിക്കൊരു കമ്പാരിസൺ വരും എല്ലായിടത്തും. എന്നാലും അവൾ എൻ്റെ ഭാര്യയെ പോലെയല്ല, അവൾ കണ്ടില്ലേ അവരങ്ങനെയാണ്, അങ്ങനെ ഒരു കമ്പാരിസൺ ദിസ് വിൽ മേക്ക് എ കോംപ്ലിക്കേറ്റഡ് മെമ്മറി. അത് നമ്മൾക്ക് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധത്തിൽ ബാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് പരമാവധി അത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബന്ധം ശരിയല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പറ്റുന്ന ബന്ധം ഉണ്ടാക്കാം. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടേ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്ന വ്യക്തികൾ സമാധാനപൂർവ്വമായിട്ട് അത് കൊണ്ടു നടക്കുന്നുണ്ട്. എല്ലാവരും കൂടുതലും ആളുകൾ അവർ തന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. പിന്നെ പിടിച്ചേക്കാൾ വലുതാണ് പോട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ടോക്സിക് ആണ് അല്ലെങ്കിൽ വൈഫ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവും. അത് അതിലും വലിയ ടോക്സിക്കായി മാറും. പിന്നെ അത് ഊരാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും, കാരണം നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ്. അങ്ങനെ അത്തരം ടെസ്റ്റോസ്റ്റിറോൺ സ്ട്രക്ചറുള്ളൊരു പുരുഷൻ, അത്തരം ഈസ്ട്രജൻ സ്ട്രക്ചറുള്ളൊരു സ്ത്രീ, ആ ബോഡി കെമിക്കൽസിൻ്റെയും മറ്റു അലൈൻമെൻറ്റ് ആ ടൈപ്പാണെങ്കിൽ അവരത് ചെയ്യും. അപ്പോൾ അവിടെ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ശരി തെറ്റല്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും സഫർ ചെയ്യുന്ന വേറെ കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ ഞാനെന്തോ പാപം ചെയ്യണം എന്നുള്ളൊരു ഫീലാണ്. കാരണം അവർക്ക് അത് വിടാനും പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒറ്റ കമ്മിറ്റ്മെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ഒരു റിലേഷൻഷിപ്പ് സ്ട്രക്ചറൊക്കെ കൊണ്ടോ അവർക്കത് ആവശ്യമായിരിക്കും എന്നുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ കറണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. പക്ഷേ അവർക്കിങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വളരെയധികം സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും. അതായത് മോസ്റ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ അതൊരു വലിയ എന്തോ ഒരു പാപം പോലെയാണല്ലോ നമ്മൾ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ. കാരണം അത്ര എന്തോ ഒരു തെറ്റ് ചെയ്യുകയാണ്, ചതിക്കുകയാണ്, ചീറ്റിംഗ് ആണ് എന്നുള്ള രീതിയിലും. അപ്പോൾ അതൊക്കെ കൊണ്ടൊരു ഗിൽട്ടും ഷെയിമും ആയിരിക്കും കൂടുതൽ പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വെച്ചാൽ അത് ശരി തെറ്റ് എന്നുള്ളത് അല്ല, ബേസിക്കലി അതിൻ്റെ ഒരു നേച്ചർ മനസ്സിലാക്കുക. നമ്മളെല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. പക്ഷേ അതിലൂടെ പോകുമ്പോൾ അതിൻ്റേതായുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. അതെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ചിലർക്കൊരു ചോയ്സ് ആയിരിക്കാം എനിക്ക് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാന്നുള്ളൊരു ചോയ്സ് ആയിരിക്കാം. പക്ഷെ അതിൻ്റെതായുള്ള കോൺസിക്വൻസ് ഉണ്ടാവും എല്ലാത്തിനും. അതെ. ഇപ്പോൾ ഒരു പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാത്തൊരു ലൈഫ്, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നും ഇല്ലാത്തൊരു ലൈഫ്, ആ വ്യക്തി ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോയേക്കാം. ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേക്കാം. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം.
എങ്ങനെ പോയാലും ഇതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിന് ഒന്ന്, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നല്ലപോലെ അസസ്മെൻറ്റ് ചെയ്യണം. വാട്ട് ഈസ് മൈ നീഡ്, എൻ്റെ മനസ്സ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്താണ് ലൈഫിൽ ലാക്ക് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ലപോലെ അസസ്മെൻറ്റ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ശാരീരികവും എൻ്റെ സൈക്കോളജിക്കലുമായിട്ടുള്ള നീഡുകൾ പൂർത്തീകരിക്കാതെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു മാനസിക രോഗിയായി മാറും എന്നുള്ള സത്യം ഞാൻ തന്നെ മനസ്സിലാക്കണം. അതാണ്. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ നല്ലപോലെ ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകാം. വലിയ കാറൊന്നും ഇല്ലെങ്കിൽ ചെറിയ കാറിൽ പോകാം. ഫിസിക്കലായിട്ടുള്ള നീഡ്സിനോട് ഇത്തിരിയൊക്കെ കോംപ്രമൈസ് ചെയ്താലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഈ സിസ്റ്റത്തിനോടുള്ള നീഡ്സ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനസിക രോഗങ്ങൾ വരും. അതായത് ഇന്ന് കാണുന്ന സോഷ്യൽ സ്ട്രക്ചറും വിവാഹ ജീവിതത്തിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനഃശാസ്ത്രത്തെക്കുറിച്ചോ ന്യൂറോ സയൻസിനെ കുറിച്ചൊന്നും ഒരറിവില്ലാത്ത കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അത് വർക്കാവാത്ത. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം ഒരു കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവുകയായിരിക്കും. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, സ്ത്രീകളെ അടിമകളാക്കി വെച്ചതുകൊണ്ട് വർക്ക് ചെയ്തു എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന് കാലഹരണം സംഭവിച്ചിട്ടുണ്ട്. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാലഹരണം സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാഹ ജീവിതവും ഈ പറയുന്ന പോലെ പ്രണയബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റലോ അല്ലെങ്കിൽ പ്രീ മാരിറ്റലോ ആയിട്ടുള്ള പ്രണയബന്ധങ്ങളും, ഇതിൽ ഏതാണ് പ്രശ്നക്കാരെന്ന് ചോദിച്ചാൽ ഞാൻ വിവാഹമാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പിലേക്ക് മാറാതെ ഈ പ്രശ്നങ്ങൾക്കൊന്നും സൊല്യൂഷൻ ആവില്ല. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഈ നീഡ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം നീഡ്സ് പലപ്പോഴും നമ്മുടെ പാർട്ട്ണർ തന്നെ മീറ്റ് ആവാതിരിക്കുമ്പോഴാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നീഡ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ മനുഷ്യന് കുറേ നീഡ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു വിവാഹം ഇവല്യൂഷൻ ചെയ്യപ്പെട്ടപ്പോൾ അതിൽ വന്നൊരു ചേഞ്ചാണ് ഒരു റൊമാൻറ്റിസൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മൂവീസിലും നോവൽസിലൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി, ആ വ്യക്തി എൻ്റെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പിക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് പലരും വിവാഹത്തിൽ, കൂടുതലും ഗേൾസ് ആയിരിക്കും അങ്ങനെ ഒരു ഐഡിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ടാവും, എൻ്റെ എല്ലാതും മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത്. ഗേൾസിന് മാത്രം പറയില്ല, ബോയ്സിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പലപ്പോഴും ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. കാരണം ഒരു വ്യക്തിക്ക് ഇതെല്ലാതും മീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെ ഡിപ്പെൻഡ് ആ ഒരു വ്യക്തിക്ക് തന്നെ എക്സോഷൻ സംഭവിക്കും. അപ്പോഴാണ് പൊതുവെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അവിടെ നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ ഓഫ് മാരേജ് എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിചാരിച്ചു അവിടെ ഒരു എവല്യൂഷൻ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു തരത്തിലൊരു എക്സ്പെക്റ്റേഷൻ വെക്കാതെ, നമുക്ക് പല നീഡ്സ് ഉണ്ട്, ഇതെല്ലാം എൻ്റെ ഒരു പാർട്ട്ണർ തന്നെ മീറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് മറ്റ് പല ബന്ധങ്ങൾ, ഞാൻ നോട്ട് നെസസറിലി അതൊരു വേറെ സെക്ഷൽ റിലേഷൻഷിപ്പ് അങ്ങനെ ആ ഒരു രീതിയിലല്ല പറയുന്നത്. പക്ഷേ നമുക്ക് പല പല ബന്ധങ്ങൾ, നമ്മൾ പണ്ടൊരു ട്രൈബായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ നീഡ്സും ആ ഒരു കൂട്ടത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളൊരു അണുകുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോട്ട് നമ്മളത് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത്, നീഡ്സ് മീറ്റ് ആവാത്തത്. അപ്പോൾ ഇതും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഫ്യൂച്ചർ ഓഫ് മാരേജ് നമ്മൾ പറഞ്ഞു ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അതിനൊരു നമ്മൾ ഫ്യൂച്ചർ ഓഫ് മാരേജ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിന് ചിന്തിക്കാൻ പറ്റും? ഇത് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ ആക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ആവാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ ഇമോഷണൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള സകല നീഡ്സും പൂർത്തീകരിക്കുന്ന ഒരാളെ എനിക്ക് വേണം എന്നുള്ളത് പോസിബിളേ അല്ല. വളരെ റെയറായിട്ട് ചിലപ്പോൾ പോസിബിൾ ആയേക്കാം. അപ്പോൾ നമ്മളുടെ ഓരോ നീഡ്സിനും വേറെ വേറെ ആൾക്കാർ വേണം. ആ രീതിയിലേക്ക് നമ്മൾ പോകണം. അതാണ് പറയുന്നത്. ഒന്നാമത്തെ, ഒരു വ്യക്തിയുടെ ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രധാന ആവശ്യമാണ് ഇൻഡിവിജ്വാലിറ്റി. എല്ലാ മനുഷ്യനും അവനവൻ്റേതായ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കാലമാണ്. അത് അംഗീകരിക്കപ്പെടണം. ആണിൻ്റെയും പെണ്ണിൻ്റെയും വ്യക്തിത്വത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കപ്പെടണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റേ ആളുടേതാണ് അങ്ങനെയൊന്നും പറയരുത്. ശരിക്കും ഒരു 20% വീതിക്കൽ നടത്താം. നമുക്ക് 20% നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. 20% നമ്മുടെ ഔപചാരിക പാർട്ട്ണർക്ക് വേണ്ടി ജീവിക്കണം. 20% നമ്മുടെ ബന്ധുമിത്ര വലയങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, ബന്ധുവലയങ്ങൾക്ക് വേണ്ടി. പിന്നെ 20% മിത്രവലയങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. പിന്നെ 20% സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ 5-20 തരംതിരിക്കുക. ഒരു 20 എനിക്ക്, ഒരു 20 എൻ്റെ പാർട്ട്ണർക്ക്, ഒരു 20 ബന്ധുക്കൾക്ക്, ഒരു 20 മിത്രങ്ങൾക്ക്, ഒരു 20 സൊസൈറ്റിക്ക്. ഇതിനെ നമ്മൾ ഇമോഷണൽ ഡൈല്യൂഷൻ എന്നാണ് പറയുക. അതായത് ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഒരാളിൽ കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കത് ഓവർലോഡാവും. ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എല്ലാം നീഡ്സ് മീറ്റ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്ക് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കപ്പെടണം, അത് യൂസ് ചെയ്യാനും അറിയണം. ഇപ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണർ നല്ലൊരു സെക്ഷൽ പാർട്ട്ണറാണെന്ന് വിചാരിച്ചോ, പക്ഷെ നല്ലൊരു ഇമോഷണൽ പാർട്ട്ണർ അല്ല എങ്കിൽ
എനിക്ക് ഒരു ഇമോഷണൽ പാർട്ട്ണർ വേണം. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായ പ്രശ്നം കഴിഞ്ഞില്ലേ? എൻ്റെ ഇമോഷൻസ് ഷെയർ ചെയ്ത ആണോ പെണ്ണതൊന്നും ഒരു വിഷയമല്ല. ഒരു ഇമോഷണൽ പാർട്ണർ അത് അവിടെ കൃത്യമായിരിക്കണം. ഈ റിലേഷൻഷിപ്പ് ഒരു ഇമോഷണൽ ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ് കേട്ടോ. ദിസ് ഈസ് നോട്ട് ഫോർ സെക്സ് എന്നുള്ളത് അതിന് താല്പര്യമില്ലെങ്കിൽ അത് ആദ്യം പറഞ്ഞിരിക്കണം. അങ്ങനെയുണ്ട് അതിൽ. എൻ്റെ ബന്ധുക്കളോടൊപ്പം എൻ്റെ ഇമോഷൻസ് കുറേയധികം ഇങ്ങനെ ഡൈലൂട്ട് ആയിക്കോളും. എൻ്റെ സൊസൈറ്റിയോടൊപ്പം, എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം, അങ്ങനെയൊക്കെ അത് പോയിക്കോളും. പിന്നെ കുറേയൊക്കെ നമ്മൾ തന്നെ സ്വയം അവനവൻ്റെ മേലെ കുറച്ച് വർക്ക് ചെയ്യാനും കൂടെ ഉണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ പലതരത്തിൽ ഡയലൂട്ട് ചെയ്യാൻ, നമ്മളുടെ ഇമോഷൻ ഫ്ലഡുകളെ ഡയലൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഞാനും നീ ഒരു പാർട്ട്ണറാണെന്ന് വിചാരിച്ചോ, എൻ്റെ എല്ലാ ഇമോഷനും നീയാണ് ഡയലൂട്ട് ചെയ്ത് തരേണ്ടത് എങ്കിൽ നിനക്കത് ഓവർലോഡാവും. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചുകൂടെ ഫ്ലാറ്റാക്കാൻ പറ്റണം നമുക്ക് ഈ നമ്മുടെ ഒരു വ്യക്തിയുടെ ഇമോഷൻ സൈഡിനെ. ഭാവി എന്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതെന്നറിയോ? സ്ത്രീയും പുരുഷനും സ്വന്തമായി സമ്പാദിച്ച് സ്വന്തമായ ഫ്ലാറ്റുകളിലോ വീടുകളിലോ ജീവിക്കുന്നവരായി മാറും. പരസ്പരം വിവാഹം കഴിച്ചാലും അവരവിടെ തന്നെ ജീവിക്കുള്ളൂ. ആരും ആരുടെയും വീട്ടിലേക്ക് പോകുമൊന്നുമില്ല. നമ്മൾ പണ്ട് പറയുന്ന പോലെ കല്യാണം കഴിച്ച് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, സ്ത്രീയെ കല്യാണം കഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. പുരുഷൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, സ്ത്രീ ആ വീട് വിട്ടു പോകണം. അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒരു പ്രായപൂർത്തിയാവുന്നതോടുകൂടെ മാതാപിതാക്കളിൽ നിന്ന് പോലും വേർവിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന, സ്വന്തമായിട്ടൊരു വീട്, ചെറിയ വീട്, അങ്ങനെ ജീവിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരും. വിവാഹം കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗസ്റ്റായിട്ട് പോകും സ്ത്രീയും പുരുഷനും. പണ്ട് ഈ രാജകുടുംബങ്ങളിലൊക്കെ, ഞാൻ ഇൻഡോറിൽ എവിടെ ഒരു രാജകുടുംബം, ഒരു രാജകൊട്ടാരം വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ റാണി അന്തപുരം എന്ന് പറഞ്ഞൊരു വലിയൊരു മേഖല, രാജ അന്തപുരം എന്ന് പറഞ്ഞ വലിയൊരു മേഖല, സംഗമ മുറി എന്ന് പറഞ്ഞൊരു മുറി, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് എപ്പോഴും മുഖത്തോടുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നവർക്ക് മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഇവർ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ദിവസങ്ങൾ ഫിക്സ് ചെയ്ത് ആ ദിവസങ്ങളിൽ മീറ്റ് ചെയ്യുകയും ബാക്കി സമയങ്ങളിലൊക്കെ അവരവരുടെ ഇൻഡിവിജ്വൽ ലൈഫിലുമാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് സൊസൈറ്റി. അപ്പോൾ രണ്ടുപേർക്ക് അവരവരുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. അവരവരുടെ ഫ്രണ്ട് സർക്കിൾ, അതൊരു ട്രൈബ് പോലെയാവും. ഫ്രണ്ട് സർക്കിൾ, റിലേഷൻ സർക്കിൾ, ഇതൊക്കെ അവിടെ മീറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇടപെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ഉടുത്തൊരുങ്ങിയിട്ടേ പോകുള്ളൂ, അങ്ങനെയൊക്കെയാണ്. ഇനി അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ വൈഫിന് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആൾ പോയിട്ടുണ്ടാവും, അതറിയും, ഇയാൾ അറിയേണ്ട ആവശ്യമില്ല ആൾ പോയോ. ഭർത്താവിന് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഭർത്താവ് പോയിട്ടുണ്ടാവും. അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റി നല്ലപോലെ കീപ്പ് ചെയ്യപ്പെടുകയും എന്നാൽ കിട്ടുന്ന അവസരങ്ങളിൽ ദമ്പതികളായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കായിരിക്കും ഇതൊക്കെ പോവുക. അതിനോടൊപ്പം തന്നെ ഒരാൾ തന്നെ എല്ലാ ഇമോഷനും മീറ്റ് ചെയ്യുന്നതിന് പകരം ഫ്രണ്ട് സർക്കിൾ, റിലേഷൻ സർക്കിൾ, ഇങ്ങനെ പല പല ബന്ധങ്ങൾ നമുക്കുണ്ടായിരിക്കണം. എല്ലാ ബന്ധങ്ങളെയും നമ്മളൊരു സെക്ഷുവാലിറ്റിയിൽ കൊണ്ടായിട്ട് ചുമത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യവും മനസ്സിലാക്കണം, ഈ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു പരിധി വിടുന്ന സമയത്ത് അത് നോർമലി സെക്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതൊരു പ്രൈമറി ആയിട്ടുള്ള സബ്ജക്റ്റാണ് മനുഷ്യൻ്റെ. അപ്പോൾ അത് ഒരു അവസരം കിട്ടുമ്പോൾ അതിലേക്കൊക്കെ പോയേക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സിസ്റ്റങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ മുറിയിലേക്ക് ഒരു രോഗി കയറി ചെല്ലുമ്പോൾ പോലും ഒന്നുകിൽ ഡോക്ടറുടെ അടുത്തൊരു നഴ്സ് വേണം, മൂന്നാമതൊരാൾ, അല്ലെങ്കിൽ രോഗിയുടെ കൂടെ ഒരാൾ വേണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാണും പെണ്ണും ഒക്കെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരുമിക്കാതിരിക്കുക എന്ന സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൊസൈറ്റിയിൽ. സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അത്തരത്തിലുള്ള സെക്ഷൽ സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സ്വയമായിട്ട് ആ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ സ്വയം ചെയ്താൽ മതി, നിയമങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ള് ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്. എന്താണ് ഈ മുള്ള്, എന്താണ് ഇല എന്നറിയോ? മുള്ളാണായിരിക്കും, മുള്ളാണും ഇല പെണ്ണും. അപ്പോൾ ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഒരുമിച്ചൊരു സെക്ഷൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണിനാണ് കേട് എന്നാണ് പറയുന്നത്. എന്താ പെണ്ണിന് കേട്? രണ്ടുപേരുടെ ഇഷ്ടത്തിന്, രണ്ടുപേരുടെയും ആസ്വാദനത്തിന് വേണ്ടി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വിചാരിച്ചോ, പക്ഷെ അതിന് ആണിന് കേടൊന്നുമില്ല, അത്ര പെണ്ണിനാണ് കേട്. എന്താ കേട്? ആണിന് പൊടി തട്ടിയിട്ട് പോവാം, പക്ഷെ പെണ്ണ് അങ്ങനെയല്ല, ഗർഭം ധരിക്കണം. ആ ഒരു വളരെയാണ് ഈ ഗർഭം ധരിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഈ ഗർഭനിരോധനം, ഗർഭം ധരിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നൊരു സിസ്റ്റം നമ്മൾ കണ്ടുപിടിച്ചോടുകൂടെ ഈ സെക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആണും പെണ്ണും തുല്യരാണ്. പെണ്ണ് ഈ ലൈംഗിക ബന്ധത്തിന് ശേഷം ഗർഭം ചുമക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നുകൊണ്ടാണ് പെണ്ണ് അനീതിക്ക് ഇരയാകുന്നു, പെണ്ണ് ചതിക്കപ്പെട്ടു, ഇങ്ങനത്തെ വാക്കുകൾ. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ആണും പെണ്ണും ചതിക്കപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാളും ചതിക്കപ്പെടുന്നില്ല എന്ന് പറയാം. കാരണം ലൈംഗികതയും ഗർഭധാരണവും തമ്മിൽ ഒരു ബന്ധമില്ലാതെയാക്കി നമ്മൾ. അതുകൊണ്ട് അത്തരം പഴയ കോൺസെപ്റ്റുകൾ പക്ഷെ ഇപ്പോഴും ഉണ്ടേ. ഗർഭം ധരിച്ചില്ലെങ്കിലും ഈ പെണ്ണിന് ഫീൽ ചെയ്യുന്നുണ്ട് അയാൾ എന്നെ ചതിച്ചു എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സിസ്റ്റങ്ങൾ മാറി, കണ്ടുപിടുത്തങ്ങൾ പുതിയത് വന്നതോടുകൂടെ ഇത്തരം പഴയ കോൺസെപ്റ്റുകൾ മാറണം. ഇപ്പോഴും ചീറ്റിംഗ് ഉണ്ടോ? ഉണ്ട്. ആണിനും പെണ്ണിനും ചീറ്റിംഗ് തുല്യമാണിപ്പോൾ. രണ്ടുപേരും ആസ്വദിച്ചപ്പോൾ ആസ്വദിച്ചു, ചതിച്ചപ്പോൾ ചതിച്ചു എന്ന് പറയേണ്ടി വരും.
അല്ലാതെ പെണ്ണിന് മാത്രമായിട്ടുള്ളൊരു കേടൊന്നും ഇപ്പോൾ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരം പഴയ കോൺസെപ്റ്റുകളെ എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും എടുത്തിട്ട് പുതിയ ചിന്താഗതികളും പുതിയ ജീവിതവും, എന്നാൽ അതിൻ്റെ കൂടെ കുറച്ച് പഴയ കോൺസെപ്റ്റുകളും മിക്സ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ കാലത്തിനനുസരിച്ച് കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആകണം, അല്ലെങ്കിൽ പിന്നെ ആ പഴയ സിസ്റ്റത്തിൽ തന്നെ ഇരുന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മനുഷ്യൻ ഒരു കാര്യം പറയട്ടെ, മനുഷ്യൻ എന്തായാലും ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൻ്റെ സ്റ്റൈലിൽ. ഒരിക്കലും നമ്മൾ ആ പഴയ സ്ട്രക്ചറിൽ നിൽക്കില്ല, നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ മാറ്റങ്ങളെ എത്ര തടയാൻ ശ്രമിച്ചാലും അത് മലവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുക്കുന്ന പോലെയാണ്, അത് നിൽക്കില്ല. അപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്താ വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ച അപ്ഡേഷൻസ് കൊണ്ടുവരികയും എന്താണ് മനുഷ്യർക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുക. അത് നിയമനിർമ്മാണങ്ങളിൽ ആ പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക, പിന്നെ മനുഷ്യരുടെ അണ്ടർസ്റ്റാൻഡിങ്ങുകളിലും പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക, വ്യക്തികളെ വ്യക്തിയായിട്ട് കാണാൻ പഠിക്കുക. ഞാനീയുടെ ഒരു ബന്ധു വീട്ടിൽ പോയ സമയത്ത് എൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കയറി ചെന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്നിട്ട് വേറൊരു ലേഡി കമൻറ്റ് പറഞ്ഞാണ്, നിങ്ങളുടെ ഓണർ വന്നല്ലോ എന്ന്. അപ്പം തന്നെ എനിക്ക് വളരെ ഹർട്ടായി ആ വാക്ക്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് പ്രതീക്ഷിച്ചില്ല. ആൾ കുറച്ച് മോഡേണായി ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവളുടെ ഓണറൊന്നുമല്ല, എൻ്റെ വൈഫിൻ്റെ ഓണറൊന്നുമല്ല. ഞങ്ങൾ ആരും പരസ്പരം ഓണർഷിപ്പൊന്നും എടുത്തിട്ടില്ല. ഇവളൊരു ഇൻഡിവിജ്വലാണ്, ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് ആ പരമ്പരാഗത ചിന്താഗതി കണ്ടോ, ആ ഫീമെയിലിൻ്റെ ഓണറാണ് അത്ര ഞാൻ. ഒരിക്കലും ഇവിടെ ആരും ആരുടെയും ഓണറല്ല. അത്തരം അപ്ഡേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതം വളരെ ഈസിയാവും. കാലത്തിനനുസരിച്ച് മാറാത്ത ഏതൊരു സിസ്റ്റവും കാലഹരണപ്പെട്ടു പോവും, നശിച്ചു പോകും. കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറായിട്ടുള്ളവ മാത്രമേ നിലനിന്നിട്ടുള്ളൂ. പരിഷ്കരിക്കപ്പെടാൻ തയ്യാറല്ലാതെ ഒരു സാധനത്തിൽ ബലം പെടുത്ത എന്ത് സദാചാരത്തിൻ്റെ പേരിൽ ചെയ്താലും ശരി, ആ സാധനമേ മനുഷ്യർ ഉപേക്ഷിക്കും. വിവാഹ ജീവിതത്തിനകത്തുള്ള ഈ ഇതിനെയൊക്കെ കൂട്ടിപ്പിടിച്ചിങ്ങനെ നിർത്താൻ വേണ്ടി ബലപ്രയോഗിക്കുന്നുണ്ടല്ലോ. ഇവരാരും വിവാഹം കഴിക്കേണ്ടത് തീരുമാനിക്കുകയാണിപ്പോൾ. പിന്നെന്ത് ചെയ്യും? ആളുകൾ വിവാഹം കഴിച്ചാലല്ലേ വിവാഹത്തിലെ പവിത്രതയൊക്കെ നിലനിർത്താൻ പറ്റും. ആരും വിവാഹം കഴിക്കാതെ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വിവാഹം എന്നുള്ളതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറങ്ങണം. ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഇൻഡിവിജ്വാലിറ്റി മീറ്റ് ചെയ്യുന്ന, ഫ്രണ്ട്ഷിപ്പുകളെ മീറ്റ് ചെയ്യുന്ന, ഒരു മനുഷ്യനിൽ തന്നെ എല്ലാ ഇമോഷൻ്റെയും ലോഡ് കൊട്ടാതെ എല്ലാം ഷെയർ ചെയ്തു പോകുന്ന ഡൈല്യൂട്ടഡ് ഇമോഷൻസ് ഉള്ള തരത്തിലുള്ള ദാമ്പത്യ ബന്ധങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അതങ്ങനെ ഫോളോ ചെയ്യാതെ ആ ഒരു ടോക്ക്, മെച്യൂർ ടോക്ക് കപ്പിൾസ് തമ്മിൽ എന്തായാലും ഉണ്ടാവണം. അതിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ ഇതിൽ സൊസൈറ്റിയിൽ മുഴുവനും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത്. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചു തുടങ്ങണം. പുതിയ പരിഷ്കരിച്ച വിവാഹ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ ചിന്തിച്ചിട്ട് തുടങ്ങണം. ആരെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചതാണ് പിന്നീട് എല്ലാവരും ഫോളോ ചെയ്യുന്നതേ. ഈ കീറിയ പാൻറ് ഇടുന്നൊരു കൾച്ചർ ഉണ്ടല്ലോ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കീറിയ പാൻറ്. ഇതൊക്കെ ആദ്യം ആരെങ്കിലുമൊക്കെ 1-2 പേരല്ലേ ഇട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇതെല്ലാവരും കണ്ട് ഫോളോ ചെയ്ത് ഇപ്പോൾ എല്ലാവരും ഇടുന്നില്ലേ? ഇപ്പം അത് നോർമലായി. ആദ്യമിട്ട് നടന്നവനെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ടാവില്ലേ? ഇതുപോലെ സോഷ്യൽ ചേഞ്ചസ് എല്ലാം എല്ലാവരും കൂടെ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുമൊന്നുമില്ല. നിങ്ങൾക്ക് അത് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. ആ രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഭാവിയിൽ അത് കോമൺ ആയിട്ട് മാറും. മനസ്സിലായോ? ഓക്കെ.